വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ CR സ്പീച്ച് ആൻഡ് ആക്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ പ്രസംഗം ഏറ്റവും മനോഹരമാക്കാൻ 4 ടിപ്സുകളുമായിട്ടാണ്. അതിൽ ഫസ്റ്റ്, മഹാനായ പബ്ലിക് സ്പീക്കറുടെ ഭാവഹാവാദികൾ ഉൾക്കൊള്ളാതിരിക്കുക. ഒരു വലിയ പ്രഭാഷകന്റെ തലയെടുപ്പോടുകൂടി പ്രസംഗിക്കാനുള്ള ആ ഒരു ശ്രമം നമ്മൾ ഉപേക്ഷിക്കുക. നമ്മളൊരു അപര വ്യക്തിത്വമായി മാറാതിരിക്കുക. നമ്മുടെ ജസ്റ്റേഴ്സ്, നമ്മുടെ പോസ്റ്റേഴ്സ്, നമ്മുടെ മാനറിസങ്ങൾ, നമ്മുടെ സംസാര ശൈലി ഇതെല്ലാം സ്വാഭാവികമായിരിക്കണം. മറ്റുള്ളവരുടെ ഒരു ശൈലി നമ്മൾ കടമെടുക്കരുത്. അങ്ങനെ നമ്മൾ കടമെടുത്ത് സംസാരിക്കുമ്പോൾ, മറ്റൊരു വ്യക്തിയായി മാറാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അവിടെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യും. കാണുന്ന ആളുകൾക്ക് അങ്ങനെ തോന്നും. അപ്പോൾ വളരെ നാച്ചുറലായിട്ടുള്ള പ്രസംഗമാണ് നമ്മൾ നടത്തേണ്ടത്. ഇത് മറ്റൊരു വ്യക്തിയായി മാറാതിരിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തത്, പെർഫെക്ഷനിസ്റ്റ് ആകാതിരിക്കുക. നല്ല പെർഫെക്ഷനോട് കൂടി മാത്രമേ ഞാൻ സംസാരിക്കുള്ളൂ എന്ന ആ ഒരു രീതി നമ്മൾ ഒഴിവാക്കുക. തെറ്റുകൾ സ്വാഭാവികമാണ്. ആ തെറ്റുകൾ വന്നാലും അതുമായി മുന്നോട്ട് പോകുക. പിന്നെ അവിടെ പതറരുത്. കാരണം നമ്മൾ എന്തു പറയുന്നു എന്നതിലുപരി എങ്ങനെ പറയുന്നു എന്നതാണ് മറ്റുള്ളവർ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ തെറ്റ് വന്നാൽ അവിടെ നമുക്കുണ്ടാകുന്ന ചമ്മലും അസ്വസ്ഥതകളും ഒക്കെ മറ്റുള്ളവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമ്മളൊരു പെർഫെക്ഷനോട് കൂടി സംസാരിക്കുള്ളൂ എന്നുള്ള രീതി ഒഴിവാക്കിക്കൊണ്ട്, തെറ്റുകൾ സ്വാഭാവികമാണ്, ആ തെറ്റുകൾ ഉൾക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുക. പെർഫെക്ഷനിസ്റ്റ് ആകാതിരിക്കുക. മൂന്നാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിഷ്വലൈസേഷൻ. അതായത് നമ്മളൊരു വലിയൊരു പ്രഭാഷകനായി മാറുന്നതും മറ്റുള്ളവർ നമ്മെ അംഗീകരിക്കും. നമ്മൾ സ്റ്റേജിൽ കയറി നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ള ആളുകൾ നമ്മളെ സാഗൂതം ശ്രദ്ധിക്കുന്നതും അവർ നമ്മുടെ പ്രസംഗം കേട്ടിട്ട് കയ്യടിക്കുന്നതും, അതുപോലെ തന്നെ അവർ നമ്മോടൊത്ത് സെൽഫി എടുക്കാൻ വേണ്ടി മത്സരിക്കുന്നതും, അതുപോലെ സമൂഹത്തിൽ നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നതും, ഇതൊക്കെ നമ്മൾ ഭാവനയിൽ കാണുമ്പോൾ തീർച്ചയായും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വളരെയധികം കൂടും. അത് നമ്മുടെ പ്രസംഗത്തിന് ഗുണം ചെയ്യും. നാലാമത്തത്, പ്രസംഗം ഒരുപാട് വലിച്ച് നീട്ടാതിരിക്കുക. റബ്ബർ ബാൻഡ് പോലെ നീട്ടിപ്പരത്തി പറയാതിരിക്കുക. നമ്മുടെ പ്രസംഗം ഏറ്റവും വൃത്തിയോടും ചിട്ടയോടും വെടുപ്പോടും ഭംഗിയോടും കൂടിയിട്ട് പ്രസംഗിക്കാൻ നമുക്ക് കഴിയണം. നമുക്കറിയാം, ചില ആളുകളൊക്കെ പ്രസംഗിക്കുമ്പോൾ മറ്റുള്ള ആളുകൾ ഒരു പക്ഷേ വാച്ചിൽ സമയം നോക്കും, അതല്ലെങ്കിൽ ഇങ്ങനെ കോട്ടുവായി ഇടുന്നതൊക്കെ നമുക്ക് കാണാറുണ്ട്. അതിൻ്റെ അർത്ഥം, ഒന്ന് നിർത്തി പോടാ, ഒരുപാട് ഞങ്ങളുടെ സമയം കളയാതെ എന്ന് അവർ പറയാതെ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് എത്തരുത്. നമ്മുടെ പ്രസംഗം അവസാനിക്കുമ്പോൾ ഇത് ഇത്ര പെട്ടെന്ന് അവസാനിച്ചു പോയോ, കുറച്ചുകൂടെയൊക്കെ കേട്ടിരിക്കാമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു പ്രസംഗം എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പ്രസംഗം പെട്ടെന്ന് അവസാനിച്ചു പോയോ എന്ന് അവർക്ക് തോന്നണം. അല്ലാതെ നിർത്തിപ്പോടാ എന്ന രീതിയിൽ ഉള്ള പ്രതികരണമല്ല അവരിൽ നിന്ന് ഉണ്ടാകേണ്ടത്. അപ്പോൾ നീട്ടിപ്പരത്തി പറയാതിരിക്കുക. സാധാരണ പറയും, ഒലയ്ക്കമേൽ പ്രസംഗിക്കാതിരിക്കുക എന്ന് പറയും. ഒലയ്ക്ക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കടയും തലയും ഒരുപോലെയുള്ള ഒരു ഉപകരണമാണ് ഒലയ്ക്ക. അപ്പം അതുപോലെ തന്നെ ആ രീതിയിൽ പറയാതിരിക്കുക. അതായത് ശബ്ദം കുറയ്ക്കേണ്ടിടത്ത് കുറച്ചും കൂട്ടേണ്ടിടത്ത് കുറച്ചും ചില വാക്കുകൾ ഊന്നിപ്പറഞ്ഞും ഒക്കെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അതായത് ശബ്ദത്തിൻ്റെ മോഡുലേഷൻ, വോയിസ് മോഡുലേഷൻ, ശബ്ദത്തിൻ്റെ ആരോഹണ അവരോഹണ ക്രമം അത് കറക്റ്റായിരിക്കണം. അങ്ങനെ വേണം സംസാരിക്കേണ്ടത്. അത് അങ്ങനെ സംസാരിക്കുമ്പോഴാണ് നമ്മുടെ പ്രസംഗം കൂടുതൽ ആകർഷകമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനാവശ്യമായി വലിച്ചു നീട്ടി പറയാതിരിക്കുക. ഏറ്റവും മനോഹരമായി പറയാൻ നമുക്ക് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മൾ ഒരിക്കലും ഒരു മഹാനായ ഒരു പ്രഭാഷകന്റെ മേലങ്കി അണിയരുത്. രണ്ടാമത്തത്, പെർഫെക്ഷനിസ്റ്റ് ആകാതിരിക്കുക. നമ്മൾ എങ്ങനെയാണോ അതുപോലെ പ്രസംഗിക്കുക. മൂന്നാമത്തത്, വിഷ്വലൈസേഷൻ. അത് നമ്മളെക്കുറിച്ച്, നമ്മൾ വലിയ പ്രഭാഷകനാകുന്നതൊക്കെ നമ്മൾ വിഷ്വൽ ചെയ്യുക, നമ്മൾ സങ്കല്പിക്കുക, നമ്മൾ ഭാവന ചെയ്യുക. നാലാമത്തത്, വലിച്ചു നീട്ടി പറയാതിരിക്കുക. പറയേണ്ട കാര്യങ്ങൾ വളരെ ഭംഗിയോടും ചിട്ടയോടും അടുക്കോടും കൂടിയിട്ട് നമുക്ക് പറയാൻ സാധിച്ചാൽ തീർച്ചയായും നമ്മുടെ പ്രസംഗം ഏറ്റവും മനോഹരമാകും. മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്.
എന്തായാലും അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നതുവരേക്കും ബൈ.